കുറവുണ്ടോടാ? എങ്ങനെയാണോ നോക്കുന്നത്? കുറവുണ്ടോ? അമ്മാരി കുത്തലല്ലേ അപ്പച്ചി കുത്തിയത്. എനിക്ക് താങ്ങ് കിട്ടിയിട്ടുണ്ടോ? പക്ഷെ ഇങ്ങനത്തെ ഒരു താങ്ങണി ലൈഫില് എന്തുവാടേ സഞ്ജു ഒരു വയ്യാത്ത പോലെ ഒടിഞ്ഞു മടങ്ങിയൊക്കെ ഇരിക്കുന്നത്? അവന് വയറിന് നല്ല സുഖമില്ല അച്ഛാ. ആ വയററിയാതെ വല്ലതൊക്കെ വെട്ടി വിഴുങ്ങി കാണും, അതുകൊണ്ടാ. ചേട്ടൻ വെട്ടി വിഴുങ്ങിയതല്ല, അപ്പച്ചി വെട്ടിച്ചതാ. അപ്പച്ചി വെട്ടിച്ച്? അത് ഞാൻ അപ്പച്ചിയുടെ കൂടെ വെട്ടി വിഴുങ്ങിയ ഒരു മത്സരം നടത്തി. അപ്പൊ അങ്ങനെ വയറ്റി ഗ്യാസ് കയറി. എന്തുവാടേ ഇത്? അപ്പച്ചി ചേട്ടന്റെ മരകത്ത് വെച്ച് കുത്തി. നിർത്തിക്കേ. എന്താ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. അപ്പച്ചില്ലേ ചേട്ടന്റെ വയറ്റിലിട്ട് കുത്തി. എന്തിനാണ് അവള് നിന്റെ വയറ്റിട്ട് കുത്തിയത്? അച്ഛന്റെ പുന്നാരപ്പെങ്ങളല്ലേ, ഇപ്പൊ ചെന്ന് ചോക്കി. എന്റെ പിള്ളേരെ തൊട്ട് കളിച്ചാലേ അവള് വിവരം അറിയും. ഞങ്ങള് ജസ്റ്റ് മിസ്സാ, ഞങ്ങക്ക് കിട്ടേണ്ടതാ. നീ വല്ല കുരുത്തക്കേട് കാണിച്ചിട്ടാണോ? ഞാൻ എന്ത് കാണിക്കാൻ? ചേട്ടൻ ഒരു തെറ്റും ചെയ്തില്ല, അപ്പച്ചിയാ തെറ്റാഞ്ച. നാവ് കിട്ടി ഞാൻ പണി കൊടുക്കുന്നുണ്ടാ. അച്ഛാ എന്താടാ? പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ സൂക്ഷിക്കണം. സൂക്ഷിക്കണം. അപ്പച്ചിയെ ബ്ലാക്ക് ബെൽറ്റാ. അവള് ബ്ലാക്ക് ബെൽറ്റ് ആണെങ്കിൽ ഞാൻ റെഡ് ബെൽറ്റാ. ഡേഞ്ചറാ, കാണിച്ചു കൊടുക്ക. നീ കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടല്ലോ? എന്റെ പൊന്നെ അല്ല. ഉറപ്പല്ലേ? അതാണ് എന്നെ നാറ്റിക്കരുത്. ഇല്ല. ചേട്ടൻ പാവോ? എനിക്കറിയാം, ഞാൻ ചോദിക്കട്ടെ. എടാ, ഈ ബ്ലാക്ക് ബെൽറ്റ് ആണോ വലുത്, റെഡ് ബെൽറ്റ് ആണോ വലുത്? ബ്ലാക്ക്. അത് വല്ല കുംഫു ക്ലാസ് വല്ല പോയി ചോദിക്കും. എന്നോടാണ് ചോദിക്കുന്നത്. കുങ്ഫു അല്ല, കരാട്ടെ. ഇല്ല, വരുമ്പോഴേ എഴുന്നേച്ച് കൊടുത്തോണം കേട്ടാ സാൽപുത്ര. അല്ല, ഞാനിപ്പോ പറഞ്ഞത് എന്താ തെറ്റ് സാറേ? ഒരു തെറ്റൂല ടാ, ഒരു തെറ്റൂല. ചേട്ടാ സെൽഫി എടുക്കാവാ. നീ എന്തിനാ എന്റെ മക്കൾക്ക് മെക്കിട്ട് കയറുന്നത്? ചേട്ടന്റെ മക്കളുടെ സ്വഭാവം ശരിയല്ലാത്തോണ്ട്. എന്റെ മക്കളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടല്ല, നിന്റെ മനസ്സിലിട്ട് കുഴപ്പം കൊണ്ടാടി. ഞാൻ എന്ത് ചെയ്തെന്ന്? നീ എത്ര അവനെ തല്ലിയത്? ചേട്ടനെ ചെറുപ്പത്തിലെല്ലാം നല്ല കൂമ്പിലിടിച്ചിട്ടുണ്ട് എന്നെ, അതിന്റെ പ്രതികാരമായിട്ട് കരുതിയാൽ മതി. വൃത്തിയിട്ടോളാടി നീ. ചെറുതിലെ ഞാൻ നിന്റെ കൂമ്പിലിടിച്ചത്, നീ എന്റെ മക്കളുടെ കൂമ്പിനാണോ ഇടിച്ച് തകർക്കുന്നത്? എനിക്ക് ചേട്ടനെ കൂമ്പിലിടിക്കണ, എനിക്കിപ്പോ സൗകര്യമില്ല, കിട്ടണ അടിക്കും. എടി ധൈര്യം ഉണ്ട് എന്നോട് മത്സരിക്കാൻ മടി? പോയാട്ടാ, പോ വീട് വീട്. അയ്യേ പേടി, ധൈര്യം ഇല്ല. പേടിയാ? ആ കാണാ ആ കാണാ ആ ആ ഇടിക്കും, ഞാൻ ഇടിക്കും. അംഗം കുറിക്കണ കുറുക്കി ഞാൻ കുറുക്കടി. എന്റെ ചേട്ടനുമായിട്ടല്ല, ഞാനുമായിട്ട് അംഗം കുറിക്കുന്നത്. ചേച്ചിയായിട്ട് ഞാൻ അംഗം കുറിക്കുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാടി. എന്താണ് എന്താണ് നിങ്ങൾ എന്നെ വിട്. എന്നെ വിടാൻ അമ്മേനെ വിളിക്കുന്നേ. എന്തോ എന്താ എനിക്കറിയൂടാ അമ്മേ. എനിക്കൊരു പിടിയില്ല. നിന്റെ പെണ്ണുപിള്ളിക്ക് വട്ട പിടിച്ചോടാ. ആർക്കറിയാ ഇത്? ഒന്ന് അടങ്ങടി. ആ പണയം വെച്ച വളിയില്ലേ, അതെടുക്കാൻ വേണ്ടി എവിടുന്ന പൈസ കിട്ടിയെന്ന് ചോദിക്ക്. കൊറേ നേരമായില്ലേ പൈസ എന്ന് പറഞ്ഞോണ്ട് ചിലക്കാൻ തുടങ്ങിയിട്ട്. അവൾ അവിടെ നിന്നെങ്കിലും ഒപ്പിച്ചാണോ അത്? അത് തന്നെയാ പറഞ്ഞത്, അത് എവിടുന്ന് ഒപ്പിച്ചെന്ന് ചോദിക്ക്. പറയടി, പറഞ്ഞു കൊടുക്ക. അത് നമ്മുടെ കുടുംബശ്രീയിലെ റംലത്തില്ലേ, റംലത്ത ആ ചേച്ചിയോട് ചോദിച്ചു. അയ്യോ, ആ മമ്മതിന്റെ കെട്ടികളാണോ? അതേ. അത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാത്തനോട് പറയരുതെന്ന്. ബെസ്റ്റ്. എടി ഇവളുടെ കൂടെയുള്ള സാധനങ്ങളുണ്ടല്ലോ എല്ലാം അല്ല ഫസ്റ്റ് കക്ഷികളാ. ഒരാളോട് പറഞ്ഞാൽ ലോകം മുഴുവൻ അറിയും. പക്ഷെ ഇവളാ ടൈപ്പ് അല്ല കേട്ടോ, ഇവള് ഡീസന്റ് ആണ്. എന്നിട്ട് ഇവളെന്നാ പറഞ്ഞതെന്നറിയാ, ഞാൻ തന്നിട്ടില്ലെങ്കിൽ ചേച്ചി തരും. അതെന്നാ പറഞ്ഞ ചേച്ചോട് ഞാൻ മതി ചോദിക്കുമ്പോ. ഇന്ന് തന്നെ ആ പൈസ തിരിച്ചു കൊടുത്തോളണം. അതിനെ ഞാൻ ഇവളെടുത്ത് ആ വളയെ ഞാൻ ഇവന് ഊരി കൊടുത്തിട്ടുണ്ട്. അത് പണയം വെച്ചിട്ട് മമ്മതിന്റെ പൈസ ആർക്കടെയൊക്കെ പൈസ കൊടുക്ക. എന്നാ അമ്മ പറയുന്നത്? അമ്മയോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞാലേ എനിക്ക് മമ്മതിനുള്ള കടം വീട്ടാൻ വേണ്ടി ആ വളയം കൊണ്ട് പോകുന്നു. എന്നിട്ട് ഇപ്പൊ അതിന്റെ കണക്കിൽ റംലത്തിന്റെ പൈസ കൂടെ ചേർത്താ. അപ്പൊ മമ്മതിന്റെ കടം ചേട്ടൻ വീട്ടിയാ? കൊള്ളാം, അടിപൊളി. അപ്പൊ മമ്മതിന്റെ കടം ചേട്ടൻ വീട്ടിപ്പോ മമ്മതിന്റെ ഭാര്യയുടെ കടം ചേച്ചിയുടെ തലയിലായി. നിർത്തടി. നീ കിടന്ന് ചൂടാവണ്ടെന്നേ. ആ പണയം എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞില്ലേ, എന്റെ വളം കൊണ്ടൊന്ന് ഒന്നുകൂടെ കൂട്ടി വെക്കുവോ, എന്തെങ്കിലും ചെയ്യൂ. ഓ, ഇങ്ങനെ കിടന്നോണ്ട് ബഹളം കൂട്ടുന്ന എന്തിനാ? ആ പെണ്ണുപിള്ളയുടെ കടം തീർക്കുക, അത് കൊണ്ട് ഒന്നുകൂടെ പണയം വെച്ച് എടാ ഇത്തിരി പൈസ കൂടെ കൊടുക്കും. അമ്മ വാ. റംലയുടെ പൈസ ഇന്നെ കൊടുക്കണേ.
അവളല്ലെങ്കിൽ നാട്ടിൽ മൊത്തം പാടി നടക്കുന്നത്. എന്റെ എവിടെ നിന്ന് റംലത്തിന് കൊടുക്കാൻ പൈസ? ഞാൻ കയ്യിലുണ്ടായിരുന്ന പൈസ എടുത്ത് മമ്മതിന് കൊടുത്തു. നീ വേറെ പണി നോക്ക്. അപ്പൊ പിന്നെ ആര് കൊടുക്കും? നീ കൊടുക്കും. ഞാൻ എന്തിനാ കൊടുക്കുന്നത്? എടി എന്റെ അവക്ക് കൊടുക്കാൻ പൈസ ഒന്നും ഇല്ല കേട്ടാ. അമ്മ എന്നാ വള പണയം വെച്ചിട്ട് ഞാൻ അമ്മേന്റെ കടം എടുത്ത്. ഇനി എന്റെ 5 പൈസ ഇല്ല. നീ വേറെ പണി നോക്കിയോ. വേണമെങ്കിൽ നീ കൊടുക്കില്ലെങ്കിൽ നീ നാണം കിട്ടും. ഇത് ഇവിടെ തന്നെയായോ? പോകെ ഇതും എന്റെ തലയിലായാ? ഇല്ലെങ്കിൽ വേറൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നീ പുറത്താരോടും പോയി പറയണ്ട. അമ്മയുടെ വള 1.5 പവനാ. അത് 25,000 രൂപയ്ക്ക് പണയം വെച്ചിട്ടാണ് ഞാൻ മമ്മതിന്റെ കടം വീട്ടിയിരിക്കുന്നത്. നീ ആ 25,000 രൂപ ഇങ്ങോട്ട് തരുന്നു, ഞാൻ ആ വള എടുക്കുന്നു, അത് മറിച്ച് വിൽക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഈ 25,000 നിനക്ക് തിരിച്ചു തരും. അവന്റെ മമ്മതിന്റെ ഭാര്യയുടെ കടം അതും കൊടുക്കുന്നു. ബാക്കി പൈസക്ക് നമ്മൾ ഒരു പവന് താഴെയുള്ള ഇതേപോലത്തെ ഒരു വള വാങ്ങിച്ച അമ്മയ്ക്ക് കൊടുക്കുന്നു. ഐഡിയ എങ്ങനെയുണ്ട്? എടി ഇതൊന്നും തിരിച്ചറിയാനുള്ള ബുദ്ധി അമ്മയ്ക്കില്ല. നമുക്ക് തകർക്കാം. എങ്ങനെ? ഉടായിപ്പ് ഇതുവരെ മാറിയില്ല അല്ലേ? ഇതാണ് കുഴപ്പം. ഒരാളെ സഹായിക്കാൻ നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധി ഉപയോഗിച്ചാൽ പോലും ഒരു വിലയുമില്ല. നിന്റെ കടം തീരണോ? അത് തീരണം. എന്നെങ്കിൽ ഇതേ ഉള്ളൊരു വഴി. വേണോ വേണ്ടയോ? നീ ഒന്നും മിണ്ടണ്ട, ഞാനങ്ങ് ചെയ്തോളാം. എന്തു പറയും? കഷ്ടം.